അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ചിന്തിച്ചു നോക്കൂ. ഇവിടെ വിക്ടിം എന്ന് പറയുന്നത് ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഈ വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇവനെ കണ്ടപ്പോൾ, ഇവന്റെ വീഡിയോ കണ്ടപ്പോൾ ഇവനോട് 4 പറയണമെന്ന് തോന്നി. അതിനു മുൻപായി ഷിംജിതയെ അറസ്റ്റ് ചെയ്ത കാര്യം ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ ആ അറസ്റ്റിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയുന്ന കോൺട്രവേഴ്സി എന്ന് പറയുന്നത്, ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് ഒരു പ്രൈവറ്റ് വെഹിക്കിളിൽ കൊണ്ടുപോകുന്നത്? ഇവർ VIP ആണോ? അതുപോലെ മഫ്റ്റിയിലെ പോലീസ് എന്തിനാണ് മഫ്റ്റിയിൽ എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത്ര കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇവർ ഒളിവിലായിരുന്നു. ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി ഒളിവിലായിരുന്നു. അപ്പോൾ ഒരു സീക്രട്ട് മിഷനിലൂടെ മഫ്റ്റി പോലീസൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അവിടുന്ന് പെട്ടെന്ന് തന്നെ, അതായത് ന്യൂസിന്റെ മീഡിയാസിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചിട്ട് കൊണ്ടുപോകാനുള്ള അതായത് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലെത്തുക. കാരണം നമുക്കറിയാം ഈ ഒരു കേസ് അത്രയും സെൻസേഷണൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല അവരോട്, അതായത് ഷിംജിതയോട്. അപ്പോൾ ആ ഒരു ഇതിലൂടെ ആ ഒരു ആളെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ പോലീസ് നോക്കണമല്ലോ. അപ്പൊ ആ രീതിയിലായിരിക്കാം ആ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്നാൽ അതിനുശേഷം നമുക്കറിയാം അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ടുള്ള വിഷ്വൽസ് കാണാം. സോഷ്യൽ മീഡിയ എന്തെങ്കിലും പറയണ്ടോ? കണ്ടില്ലേ, പോലീസ് ജീപ്പിൽ പോലീസ് യൂണിഫോമോടുകൂടിയുള്ള പോലീസ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത് വലിയൊരു കോൺട്രവേഴ്സി ആക്കിയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പണത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ള എന്നൊരു സംശയമാണ് ഒരുപാട് പേർക്ക് വന്നിട്ടുള്ളത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ദീപകിന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് 40,000 രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ അത് വീട്ടിലെത്തിയിട്ടില്ല. പിന്നെ ആ പണം എവിടെ പോയി എന്നൊരു കാര്യം, അതായത് ആ വീഡിയോ, അതായത് ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു പണം വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു സംശയം ആളുകൾ പറയുന്നുണ്ട്. ഈ ഒരു സംശയങ്ങളൊക്കെ ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതിൽ കൂടുതൽ ഇടപെടേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് ഈ ഒരു മൊഴിയൊക്കെ ഓൾറെഡി പോലീസിന് നൽകിയിട്ടുണ്ടാവും. അതായത് ഫാമിലീസിനെയും അതുപോലെ ഫ്രണ്ട്സിനെയും ഒക്കെ മൊഴി എടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും. അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അതായത് ഇവരുടെ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോൺ കോൾസ്, അതുപോലെ വാട്സപ്പ് മെസ്സേജസ്, ഇതൊക്കെ പോലീസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ അവരാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലൊന്നും എത്രത്തോളം ഫാക്ട് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഇതിനെക്കുറിച്ച്. അത് പോലീസ് അന്വേഷിച്ച് അത് കണ്ടെത്തേണ്ടതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു കാര്യമാണ്. വലിയ വലിയ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ദിവസം ഇവിടെ തന്നെ ഒളിവിൽ താമസിച്ചതും അതുപോലെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതും ഒക്കെ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനൊന്നും നമ്മൾക്കൊരു ഒരു എവിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൂർണ്ണമായിട്ടുള്ള എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇനി ഞാൻ ആദ്യം കാണിച്ച അവനുണ്ടല്ലോ, അവന്റെ വീഡിയോ നമുക്ക് കാണാം. അതെ, ദീപക് മരിച്ചു. ഐ ആം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ, ഞാൻ എന്താ ഇത്രയും ഹാപ്പിയാണ്? അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ പക്ഷം വിക്ടിമാണ് എപ്പോഴും മരിക്കാറും, ക്രിമിനലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും. ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റ്, കുറ്റബോധം കാരണം അയാൾ മരിച്ചു. അതെ, അതിനെ പറഞ്ഞു. ഇവനിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി മരണപ്പെട്ടാൽ, ആരുമാവട്ടെ, എക്സ് ഓർ വൈ ആരുമാവട്ടെ, ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്? നമുക്ക് സാധിക്കുമോ? പേഴ്സണലി എനിക്ക് പറ്റില്ല കേട്ടോ. ആര് മരണപ്പെട്ടാലും ശരി, അത് വലിയ കൊടും ക്രിമിനൽ ആയിരുന്നാലും ശരി, ഒരാൾ മരണപ്പെടുക എന്ന് പറയുന്നത് അതൊരു ചെറുതായിട്ടെങ്കിലും, അതായത് ഒരു ക്രിമിനലൊക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു സങ്കടം വരുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാളുടെ മരണം എന്നൊക്കെ പറയുന്നത്. അവിടെ ഇവൻ എങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇവൻ പറയുന്നുണ്ട് വിക്ടിമാണ് സാധാരണ മരിക്കാറ്, പക്ഷെ ഇവിടെ ക്രിമിനലാണ് മരിച്ചിട്ടുള്ളതെന്ന്. ഇവിടെ വിക്ടിമാണോ മരിച്ചിട്ടുള്ളത്? അതായത് കേവലം ഷെയറിനും ലൈക്കിനും ഫോളോവേഴ്സിനും വേണ്ടി ഒരു വീഡിയോ എടുത്ത്
അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ആ വ്യക്തിയെ, തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇതുപോലെ തേജോവധം ചെയ്ത് അവസാനം ആ വ്യക്തി മരണപ്പെട്ടു, അല്ല കൊന്നു. ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. വ്യക്തിമാണ് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. മൊത്തം കേരളം ഭയങ്കര ദുഃഖത്തിലാണ്. അതെ, ദുഃഖത്തിലാണ് മൊത്തം കേരളം. ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ. അതെ, അയാൾ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അയ്യോ, ഒരിക്കലുമില്ല. എത്ര വലിയ ക്രിമിനൽ ആയിരുന്നാലും ശരി, അയാൾ മരിച്ചാൽ അയാൾ ക്രിമിനൽ തന്നെയാണ്, അയാൾ ആ ക്രൈം ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ഇവിടെ സിനാരിയോ മാറ്റമാണോ? ഇവിടെ ഈ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തതായിട്ട് പ്രൂവ് ചെയ്യാൻ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചെയ്തിട്ടുള്ള ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ഒളിവിൽ പോയത്. അല്ല, എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ അവർ അതും പൊക്കിപ്പിടിച്ചിട്ട് ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്തു തന്നെയായിരുന്നു. കാരണം 1-2 വീഡിയോ ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആ അക്കൗണ്ട് അടക്കം പൂട്ടിയിട്ടുള്ളത്. അത് പൂട്ടിയതാണോ അല്ലെ അവർ പ്രൈവറ്റ് ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല. വട്ടവർ ഇറ്റ് മേ ബി, എന്തുമാവട്ടെ, ഒരുപാട് പേർ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ ഓൾറെഡി അത് ചെയ്യുമായിരുന്നു. അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക? അയാളെക്കുറിച്ച് മരിച്ചു, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും. നോർമലി നമ്മൾ കാണാറ് വിക്ടിമാണ് മരിക്കാറും ക്രിമിനലാണ് എന്ത് ചെയ്യാറും. ഇവിടെ ക്രിമിനൽ മരിച്ചു, വിക്ടിം വിജയിച്ചു. വിക്ടിം വിജയിച്ചില്ല. നാണം കെട്ട കുറെ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും. നീതി ലഭിച്ചു. ബട്ട് അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു. ബട്ട് ആ സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് ആ സ്ത്രീ കറക്റ്റ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യം ഒന്ന് പറയണം കേട്ടോ. കാരണം ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം പൊളിഞ്ഞു വരികയാണ്. ഓടി എന്ന് പറഞ്ഞു ആദ്യം, പിന്നീട് അവരെന്നെ മാറ്റി പറഞ്ഞു ഓടിയിട്ടില്ല കേട്ടോ, നടന്നു പോയി എന്നാണ്. പിന്നെ അവിടുത്തെ കണ്ടക്ടറിനൊക്കെ ഈ കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടക്ടറും ഡ്രൈവറും അടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്തതാണ്. അവരൊക്കെ പറഞ്ഞത് ഈ ഒരു സംഭവമേ അവർ അറിഞ്ഞിട്ടില്ല എന്നാണ്. അവരിത് അറിയുന്നത് അവരുടെ മുതലാളി വിളിച്ച് അവരോട് ചോദിക്കുമ്പോഴാണ്. അതുവരെ ഈ കാര്യത്തെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു. ആ വ്യക്തി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാലും കണ്ടക്ടർ അറിയും. അതുമാത്രമല്ല, ഈ ബസ് നിർത്തിയിട്ടുള്ളത്, ഇവരൊക്കെ ഇറങ്ങിയിട്ടുള്ളത് എയ്ഡ് പോസ്റ്റിന്റെ, അതായത് പോലീസിന്റെ എയ്ഡ് പോസ്റ്റിന്റെ അടുത്താണ്, ഏറ്റവും തൊട്ടടുത്ത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ പോയിട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാമായിരുന്നു. കാരണം ഇവർ ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞൊന്നല്ലല്ലോ. ഇവരൊരു വാർഡ് മെമ്പറൊക്കെ ആയിട്ടുണ്ടായിരുന്ന സ്ത്രീയാണ്. അപ്പോൾ അതിനുള്ള പക്വതയും ബുദ്ധിയൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. ആ ബുദ്ധി കൂടിയതിന്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായിട്ടുള്ളത്. ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അനുഭവിച്ച കുറേ വീഡിയോസാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഇതൊക്കെ ക്ലിയർ പ്രൂഫുള്ള വീഡിയോസാണ്. ഇതിൽ പലതിനും ഇപ്പോഴും ജസ്റ്റിസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് തന്നെ എല്ലാം സോൾവ് ചെയ്തിട്ട് വിട്ട കേസുകളാണ്. ഇതൊക്കെ കണ്ടോളൂ. ഇതാണ് ഇനിയുള്ള കാലത്തിൻ്റെ അവസ്ഥ. ഇനിയും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ. അവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ മൊണ്ണകളെ പ്രതികരിക്കണ്ടെന്ന് രീതിയിൽ മുഖം കൊണ്ട് അയാളെ നാവ് കൊണ്ടൊക്കെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അയാളെ വേറെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരമായിട്ട് അവിടെ നിന്നിട്ട് അയാൾ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലുള്ള അയാൾ കാണിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഷെയിമാണ് തോന്നിയത്. കാരണം ഇത്രയും നടു റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട്. കൂട്ടുകാരെ, ഇതിപ്പത്തെ ട്രെൻഡ് ആട്ടോ. KSRTC ബസ്സിലാണ് ഇത് കയ്യും തലയും പുറത്തിട്ടതെന്ന് പറഞ്ഞിട്ട് സാമാനം കൂടി പുറത്തിട്ടിരുന്ന് എഴുതി. അയാൾ ആദ്യം കൈവച്ചപ്പോ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കമന്റ് കണ്ടിട്ടോ. ഞാൻ ഒറ്റ ചോദ്യം, ഈ ആദ്യം പ്രതികരിക്കുന്ന സമയത്ത് വീഡിയോ കിട്ടിയിട്ടില്ല, അപ്പൊ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വീഡിയോ എടുക്കാൻ കഴിയില്ല. ഇതിപ്പോ കറക്റ്റ് അയാളെ സ്വഭാവം എന്താണെന്നും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും
അവിടെ ഒരു പ്രൂഫ് ഉണ്ടാവണം കയ്യിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ എന്തെടുത്തിട്ട് കാണിച്ചു കൊടുക്കുക. ആരും ഉണ്ടാവില്ല, ആരും പ്രതികരിക്കില്ല. ഇപ്പൊ കണ്ടില്ല, ഇത് ഇത്രത്തോളം ഒരു ഇഷ്യൂ ആയിട്ട് ആ കുട്ടി പ്രതികരിച്ച സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള ഒരു മൊണ്ണകൾ തിരിഞ്ഞു നോക്കുന്നില്ല, മൈൻഡിൽ. ആ കണ്ടക്ടർ വന്നിട്ടൊന്നും നോക്കുന്നില്ല, ബാക്കിയുള്ളവരൊന്നും അനങ്ങുന്നുമില്ല. പോസ്റ്റ് അടിച്ച മാതിരി എന്താ പറയാ അങ്ങനെ ഇരിക്കുന്നത്. കാമപ്രാന്ത് മൂത്ത് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരുത്തരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്കൊരു പെൺകുട്ടി അയച്ചു തന്നാണ് ഈ വീഡിയോ. കൊല്ലത്തുനിന്ന് ഈ കാണുന്ന വീഡിയോയും ഷിഞ്ചിതയുടെ വീഡിയോയുമായി ഒരിക്കലും കമ്പയർ ചെയ്യില്ല കേട്ടോ. കാരണം ഇതിൽ കാണിച്ചിട്ടുള്ള ചില വീഡിയോയിൽ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ട് ഈ കണ്ടിട്ടുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ. ഞാൻ മാത്രമല്ല, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഷിഞ്ചിതയുടെ കാര്യത്തിൽ 99% ദീപക്കേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവർ. 1%, ഏകദേശം 1% പേര് മാത്രമാണ് ഷിഞ്ചിതയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? എന്നാൽ ഈ കണ്ട വീഡിയോയിലൊക്കെ 99% സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലെ വിക്ടിംസിനെ തന്നെയാണ്, അതായത് ആ സ്ത്രീകളെ തന്നെയാണ്. 1% പേരുണ്ടാവും ചിലപ്പോൾ, ഒരുപക്ഷെ 1% പേർ ഈ പറഞ്ഞിട്ടുള്ള ആ കണ്ടിട്ടുള്ള ആ ഒരു മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ, വാട്ട് എവർ ഇറ്റ് മേ ബി, ആ അതിൽ കണ്ടിട്ടുള്ള ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ ഈ കേസ് നേരെ തിരിച്ചിട്ടാണ്. 99% ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത് ഷിഞ്ചിതയാണ്. മറ്റേ കേസിൽ നേരെ തിരിച്ചിട്ടാണ്. 99% സപ്പോർട്ട് ചെയ്യുന്നത് ആ സ്ത്രീകളെയാണ്. അതുകൊണ്ട് അതും ഇതും രണ്ടും ഒന്നാക്കാൻ നോക്കരുത്. കേരളം മൊത്തം എനിക്കെതിരായി സംസാരിച്ചാലും എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിയമപ്രകാരം എന്ത് ആക്ഷൻ എടുത്താലും കുഴപ്പമില്ല. ആ വീഡിയോയിൽ ക്ലിയറായി കണ്ണടച്ച് നോക്കുന്നവനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഓക്കെ, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവനെ എണിപ്പിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പോലെ തന്നെയാണ്, കണ്ണടച്ച് കണ്ടാൽ ഒരിക്കലും കാണത്തില്ല. ദാറ്റ് ലേഡി ഐ എം സോ ഹാപ്പി ടു സീ ഇത്ര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നത്. ഇല്ലെങ്കിൽ ആ ഓരോന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് കുറേ പേര് പറയുന്ന ഒരു റീസണാണ്, അപ്പോൾ തന്നെ എന്താ റിയാക്ട് ചെയ്യാത്തത്, കേസ് കൊടുക്കാത്തത് എന്താ, കേസ് കൊടുത്താൽ എന്തൊക്കെ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടായിരിക്കാം. അറ്റ് ദി എൻഡ് ഈ കേസ് കൊടുത്ത ആളുടെ തലക്കാണ് ഇപ്പോൾ തന്നെ കാണുന്നില്ല, ആ സ്ത്രീ അനുഭവിച്ചിട്ട് ആ സ്ത്രീയെയാണ് കേരളം മൊത്തം പറയുന്നുണ്ട്. അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്ത തെറ്റ് ഒരിക്കലും ഇല്ലാണ്ടാവത്തില്ല. മരിച്ചവൾ മരിച്ചു, ഇല്ലെങ്കിൽ ഈ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ഈ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇയാൾ മരിച്ചത്. ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള നാണം കെട്ട ജീവങ്ങൾ മരിച്ചുന്നത് സന്തോഷം തന്നെയാണ്. ഇയാളെ പറഞ്ഞ് ഇനി എത്രയൊക്കെയോ സ്ത്രീകളുടെ ലൈഫ് ഹാപ്പിയായി. കുറേ പേർ അനുഭവിക്കേണ്ടത് ഇതിലൂടെ തീർന്നു എന്ന് നിങ്ങൾ ഹാപ്പി ആവുക. ഐ ഡോണ്ട് നോ ഇവരുടെ ഫാമിലിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ എം ഹാപ്പി. സത്യം പറയാലോ, ഇങ്ങനെയുള്ള നാണംകെട്ട വർഗ്ഗങ്ങൾ ഇനി വേണ്ട. ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നീ എന്ത് കണ്ടു എന്നാണ് പറയുന്നത്? നീ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ നീ എന്ത് കണ്ടു എന്നാണ് പറയുന്നത് അല്ലെ? ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മനസ്സിലാവായിട്ടാണ്. അതിലെന്താണ് നീ കണ്ടിട്ടുള്ളത്? അതിലൊന്നുമില്ല. അത് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അതായത് ഞാൻ എൻ്റെ മുമ്പത്തുള്ള വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടേക്ക് പോയി ടച്ച് ചെയ്യുന്ന രീതിയിലാണ്, എന്നെ തൊടൂ, എന്നെ ടച്ച് ചെയ്യൂ എന്ന രീതിയിലാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഒരുപക്ഷെ നീ കണ്ണടച്ചിട്ടാണ് ആ വീഡിയോ കാണുന്നുണ്ടാവുക, അതിന്റെ പ്രോബ്ലമാണ്. അല്ല നീ പറയുന്നത് കേരളത്തിലെ 99% ആളുകൾക്കും, അതായത് ആണും പെണ്ണും എല്ലാവരും കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ കണ്ണ് പൊട്ടന്മാരെന്നാണോ താൻ ഈ പറഞ്ഞു വരുന്നത്? വേണ്ടാന്ന് തന്നെ പറയണം ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായി നിങ്ങൾ കാണാം. അയാൾ കൈ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ മുട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആൾ പറയുന്നുണ്ട് അയാൾ ശ്രദ്ധിച്ചിട്ട് പോലും. ഇവൾ അത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെയുള്ള എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര മാത്രം നാണം കെട്ട ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. കണ്ടിട്ട് ആ സ്ത്രീ പറയുന്നത് പോലെ തന്നെയാണ്, ധൈര്യത്തോടെ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കേരളത്തെ ഇതേ ജനങ്ങളുടെ മെന്റാലിറ്റി കൊണ്ടാണ്. ഇപ്പോഴും ഈ സ്ത്രീയെ പറയുന്ന ആൾക്കാരെ പോലത്തെ ആൾക്കാർ ഉണ്ടെന്ന് ധൈര്യം കൊണ്ട് തന്നെയാണ് അയാൾ ക്യാമറ കണ്ടിട്ടും അങ്ങനെ ചെയ്തത്. എന്നിട്ടും ഇയാളിങ്ങനെ കണ്ണിലിങ്ങനെ നോക്കുന്ന സീൻ ഞാൻ ഇവിടെ വെച്ച് തരാം. നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
പലരും പല ന്യായീകരണവും കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നാണമുണ്ടോ? നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലോ ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അയാൾ മരിച്ചാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? എന്റെ പൊന്നു മോനെ, നീ അതൊന്ന് ശരിക്കും ഒന്ന് നോക്കിയാട്ടെ. നമ്മളുടെ കൈ എവിടെയെങ്കിലും അറിയാതെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോകും. അത് മനുഷ്യ സഹജമാണ്. നീ അതൊന്ന് നോക്കി നോക്കുന്നവർക്ക് അത് അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളത്. ഇനി നീ പറയുന്ന പോലെ അത്ര ധൈര്യവാനും, അതായത് വീഡിയോ എടുത്താൽ എനിക്ക് പുല്ലാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുമോ? അയാള് പോട്ട് പുല്ലെന്നും പറഞ്ഞ് നിൽക്കില്ലേ? അയാൾ അതിൽ നിന്നോ? ഇല്ല. നമ്മൾ ചെയ്യാത്തൊരു കുറ്റം ഒരാൾ നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ, അതും ഇതുപോലുള്ള ഗ്രീവിയൻസ് ആയിട്ടുള്ള വലിയൊരു ഒഫൻസ് പറയുമ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം അയാൾ അത്രയും ഡൗൺ ആയിപ്പോയി. കാരണം അറിയാത്തൊരു പെൺകുട്ടിയെ പോലും സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ അത് വെക്കുന്നില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ലിങ്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഇതുപോലുള്ള ആരോപണം വരുമ്പോൾ, അതും സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ഈ ഒരു വീഡിയോ, ഇയാളുടെ മുഖമടക്കമുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അയാൾ മാനസികമായി തളർന്നിട്ടുണ്ടാകും. അതിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത്. അല്ലാതെ നീ പറയുന്നത് പോലെ അയാൾ കുറ്റം ചെയ്തു അതിന്റെ ഇതിൽ അയാൾ ആത്മഹത്യ ചെയ്തതല്ല. ബിക്കോസ് ഇനിയിപ്പോൾ നാളെ ഈ സ്ത്രീ എവിടെയെങ്കിലും അവരുടെ ജീവൻ എടുത്താൽ, ഐ എം ഷെയിംഫുൾ ടു സേ, ഈ കേരളം മൊത്തം ഈ വീഡിയോ ആക്കി എല്ലാവരും മാപ്പ് പറയേണ്ടി വരും. ആ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കേരളം മൊത്തം മാപ്പ് പറയേണ്ടി വരും. അയാൾ മരിച്ചത് നല്ലതായി. ഈ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ഓരോരുത്തരായിരിക്കും അതിനുള്ള കാരണം. അതിന്റെ പേരിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. മാപ്പൊന്നും പറയേണ്ടി വരില്ലടോ. പിന്നെ ഇയാൾ പറയുന്നു അവരും മരിക്കും, അല്ലെങ്കിൽ അവർ മരിച്ചാലോ എന്ന്. ഒരാളും മരിക്കാൻ പാടില്ല, അതായത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സ്ത്രീയെ എന്തൊക്കെയാണ് പറയുന്നത്? അനുഭവിച്ച വിക്ടിം ബ്ലെയിമിങ്, ഇത് നടന്നവർക്കേ അറിയത്തുള്ളൂ ഇതിന്റെ വേദന. തെറ്റ് ചെയ്യാണ്ട് കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഏറ്റവും കഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക. ഇവിടെ വിക്ടിമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയാൽ അപ്പൊ എത്ര വേദന ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ചിന്തിച്ചു നോക്കൂ. ഇവിടെ വിക്ടിം എന്ന് പറയുന്നത് ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ പേരിൽ അയാൾ ചെയ്യാത്ത ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അയാൾക്ക് എത്ര സങ്കടവും വിഷമവും ഉണ്ടായിട്ടുണ്ടാവും. അത് നീ ചിന്തിക്കാതെയും ആ ഒരു വിഷമവും സങ്കടവും താങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ആ വ്യക്തി ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. എനിക്കൊരിക്കലും ഒരാൾ മരണപ്പെടണമെന്ന് ഒരാഗ്രഹവുമില്ല. ബട്ട് ഇതേപോലുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നായകൾ, മനുഷ്യൻ കെട്ട ജീവികൾ എപ്പോഴും മരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അവർ കാരണം നല്ലവരായ മനുഷ്യർ മരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നായകൾ മരിക്കട്ടെ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇനി ഇയാൾക്ക് കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ തന്നെ ഇയാൾ ജാമ്യത്തിലിറങ്ങി, പാരോളിലിറങ്ങി അയാളുടെ ലൈഫ് മൊത്തം എൻജോയ് ആക്കും. അല്ലെങ്കിൽ തന്നെ ഈ പോലീസൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്യിക്കും. എന്നിട്ട് ഇയാളെ മൊത്തം ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനുവദിക്കും. അപ്പോൾ ഇയാൾ ഇത് കൂടുതൽ ചെയ്യും. ഇനി കുട്ടികളെ വരെ എന്തും ചെയ്യും. ഇയാളെ പോലത്തെ നാണം കെട്ട മനുഷ്യർ. അതിനേക്കാൾ ബെറ്റർ ഇയാൾ മരിക്കുന്നത് തന്നെയാണ്. ഒരു മരണപ്പെട്ട വ്യക്തിയാണ് ഇവൻ ഈ വിളിക്കുന്നതൊക്കെ. അതും ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്ത എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, സോഷ്യൽ മീഡിയ അല്ല തീരുമാനിക്കേണ്ടത്. അത് സത്യമാണ്. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പക്ഷേ ഈ വീഡിയോ വെച്ചിട്ടാണ് കോടതിയിലും ഇവർ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ജയിക്കില്ല. കാരണം ആ വീഡിയോയിൽ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരൊരിക്കലും ജയിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ വീഡിയോന്റെ അടിസ്ഥാനത്തിൽ അവർ തെറ്റ് ചെയ്തതായിട്ട് അവിടെ എവിടെയും കാണുന്നില്ല. അതുപോലെ ഇവർ അൺകംഫർട്ടബിൾ ആയി എന്ന് പറയുന്ന ലേഡി ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെയാണ് ഇവൻ ഈ
തെറി വിളിക്കുന്നതൊക്കെ. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മനസ്സിലായിടത്തോളം, അതായത് പേഴ്സണലി അറിയില്ലെങ്കിലും അവരുടെ ഫ്രണ്ട്സും ഫാമിലി പറഞ്ഞതും, പിന്നെ ഏതോ ഒരു പെൺകുട്ടി, അതായത് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടി ഇവരെ പറ്റി, ഈ ദീപകിനെ പറ്റി അവർ ബസ്സിൽ നിന്നും പരിചയപ്പെട്ട കഥകളും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത അതൊക്കെ കേട്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ നല്ല വ്യക്തിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണമായത് ഷിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതും കേവലം റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടിയൊക്കെ. അങ്ങനെ ആകുമ്പോൾ ആരാണ് ഇവിടെ മരിക്കേണ്ടത്? ആരും മരിക്കേണ്ട ആളുകളല്ല. മരിക്കാൻ ആരെയും പറയാനും പാടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഓരോ ജീവനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. പിന്നെ ഷിംജിതക്കെതിരെ ഇവിടെ ആളുകൾ സംസാരിക്കുന്നത് അവർ ആത്മഹത്യ ചെയ്യാനോ അവരെ തല്ലിക്കൊല്ലാനോ ഒന്നുമല്ല. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടണം, ജസ്റ്റിസ് കിട്ടണം. ആ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഇവിടെ കേരളത്തിലെ ഓരോ ആളുകളും ഇപ്പോൾ, അത് ആണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല, കേരളത്തിലെ മലയാളികൾ ഒരുപോലെ, അതായത് ഒറ്റക്കെട്ടായി ഇപ്പോൾ ഷിംജിതക്കെതിരെ സംസാരിക്കുന്നത്. അല്ലാതെ അവർ പോയി ആത്മഹത്യ ചെയ്യാനൊന്നുമല്ല. അവർക്ക്, ഈ ദീപക് എന്ന് പറയുന്നവർക്ക് നീതി കിട്ടണം. ദീപകിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നീതി കിട്ടണം. അതിന് ഷിംജിത ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് ഓൾറെഡി. ഇനി തക്കതായിട്ടുള്ള ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാലേ ഈ പറയുന്ന ഈ കുടുംബത്തിനും ദീപക്കിനും ഒക്കെ ജസ്റ്റിസ് ലഭിക്കുകയുള്ളൂ.